ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് യാത്ര സൂറിച്ചിൽ നിന്നാണ് ആരംഭിച്ചത്. ആദ്യ ദിവസം ഞങ്ങൾ സൂറിച്ച് നഗരത്തിലെ ചില ഭാഗങ്ങൾ, സൂറിച്ച് തടാകം, സൂറിച്ച് പഴയ പട്ടണം, ലോകപ്രശസ്തമായ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്നിവ സന്ദർശിച്ചു. സ്വിറ്റ്സർലൻഡിലെ ഹൃദയഭാഗത്ത് സൂറിച്ച് തടാകത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ അറ്റത്താണ് സൂറിച്ച് സ്ഥിതി ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരവും ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാണ് സൂറിച്ച് നഗരം. ഉറ്റ്ലിബർഗ്, കാഫർബർഗ് തുടങ്ങിയ മനോഹരമായ കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് നഗരത്തിൻ്റെയും ആൽപ്സിൻ്റെയും അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. സൂറിച്ച് മെട്രോപൊളിറ്റൻ പ്രദേശത്ത് ആകെ 2 ദശലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട്. നിരവധി ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കിംഗ് കമ്പനികളുടെയും ആസ്ഥാനമാണ് സൂറിച്ച്. സ്വിസ് നാഷണൽ മ്യൂസിയം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉൾപ്പെടെ നിരവധി മ്യൂസിയങ്ങളും ആർട്ട് ഗാലറികളും നഗരത്തിൽ കാണാം. ഫീഫ ആസ്ഥാനവും ഫീഫ മ്യൂസിയവും സൂറിച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഫുട്ബോൾ പ്രേമികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു. മധ്യകാല പഴയ പട്ടണം, സമകാലിക കലാരംഗം, ഊർജ്ജസ്വലമായ രാത്രി ജീവിതം എന്നിവയ്ക്ക് പേരുകേട്ട പഴയ ലോക മനോഹാരിതയുടെയും ആധുനിക സങ്കീർണതയുടെയും മിശ്രിതമാണ് സൂറിച്ച്. ട്രാമുകൾ, ബസ്സുകൾ, ട്രെയിനുകൾ എന്നിവ ഉൾപ്പെടെ കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനത്താൽ സൂറിച്ച് നഗരം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. നഗരം മധ്യത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര കവാടമാണ് സൂറിച്ച് വിമാനത്താവളം. എല്ലാ പ്രധാന ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന ട്രാമുകൾ ഓരോ മിനിറ്റിലും നഗരത്തിലൂടെ സഞ്ചരിക്കുന്നു. മികച്ച പൊതുഗതാഗതം, ശുചിത്വം, സുരക്ഷ എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളിൽ ഒന്നായി ഇത് സ്ഥിരമായി സ്ഥാനം പിടിക്കുന്നു. എന്നാൽ ടോക്കിയോയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ നഗരമാണ് സൂറിച്ച്. ഭൂമിയിൽ ഒരു പറുദീസ ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇവിടെ നിന്ന് തികച്ചും അതിശയകരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. സൂറിച്ച് തടാകം ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ അതിൻ്റെ അത്ഭുതകരമായ സൗന്ദര്യം ആസ്വദിക്കാൻ ഈ സ്ഥലം സന്ദർശിക്കുന്നു. സൂറിച്ച് തടാകത്തിലെ മിന്നുന്ന വെള്ളത്തിന് മുന്നിൽ കുറച്ച് മണിക്കൂറുകളെങ്കിലും ചിലവഴിക്കാതെ നിങ്ങൾ സൂറിച്ച് സന്ദർശിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ സൂറിച്ച് തടാകം സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിശയകരമാണ്. ബോട്ടിംഗ്, കാറ്റിൽ പറന്നു നടക്കൽ, കയാക്കിംഗ് എന്നിവയുടെ ആക്ഷൻ നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാം. സൂറിച്ച് തടാകത്തിന് മുന്നിൽ ഇരുന്ന് വിശ്രമിക്കാനും ചുറ്റി നടക്കാനും കഴിയും. അടുത്തുള്ള പാർക്കിലിരുന്ന് ഒരു പുസ്തകം വായിക്കാനോ സുഹൃത്തുക്കളുമായോ കുടുംബങ്ങളുമായോ ഒരു രുചികരമായ പിക്നിക് പങ്കെടുക്കാനോ നിങ്ങൾക്ക് കഴിയും. സൂറിച്ച് തടാകത്തിലെ ശാന്തമായ വെള്ളം മുതൽ പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ മനോഹരമായ ഗ്രാമങ്ങൾ വരെ ഈ പ്രദേശം ഏതൊരു സ്വിറ്റ്സർലാൻഡ് യാത്രയിലെയും കാണാതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തും. പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്ന സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകളുണ്ട്. ഇത് തീർച്ചയായും അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ്. This is my friend Hamdi, who has been taking us around, explaining everything. Say hello, Hamdi. He's from Tunisia. He speaks fluent English, and he is very fluent in French also. I tried a little bit of my French with Hamdi, and he is explaining everything to us. This is an unbelievable view from here, and my friends are also with me, and it is a magnificent view of the Lake Zurich. All of us have heard so much about Lake Zurich, but you have to come here to see how beautiful it is. So, given a chance, please don't miss this area. It is a fabulous place. Oh my goodness,
ദിസ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് വ്യൂ. വളരെ മനോഹരമായ കാഴ്ചയാണിത്. സൂറിച്ച് നഗരത്തിൽ 1200 ഫൗണ്ടൻസ് ഉണ്ട്. തടാകത്തിൻ്റെ ഭംഗി വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഈ ഫൗണ്ടൻസ് അതിശയകരമായ കാഴ്ചയാണിത്. മനോഹരമായ ബോട്ട് സവാരികൾക്കുള്ള ഒരു മികച്ച സ്ഥലവുമാണ് ഈ തടാകം. തടാകത്തിൽ നിരവധി ബോട്ട് ക്രൂയിസസുകൾ ഉണ്ട്. ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്ന 100 കണക്കിന് ബോട്ടുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവയിൽ പലതും സമ്പന്നരുടെ ഉടമസ്ഥതയിലുള്ളതാവാം. ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് തടാകത്തിൻ്റെ ഹംസങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. അവയ്ക്ക് ഭക്ഷണം നൽകുന്നതിനായി അവർ ഇവിടെ സ്ഥിരം സന്ദർശകയാണെന്ന് തോന്നുന്നു. സൂറിച്ച് തടാകത്തിൻ്റെ പരമാവധി നീളം 40 കിലോമീറ്ററും പരമാവധി വീതി 3 കിലോമീറ്ററുമാണ്. പരമാവധി ആഴം 136 മീറ്ററാണ്. ഈ മനോഹരമായ സൂറിച്ച് തടാകത്തിലെ വെള്ളം വളരെ ശുദ്ധവും കുടിക്കാൻ യോഗ്യവുമാണ്. തടാകത്തിലെ വെള്ളം ശുദ്ധീകരിച്ച് സൂറിച്ചിലെ ജലസംവിധാനത്തിലേക്ക് നൽകുന്നു. This is my friend Valetan's daughter Abhisha. She's sitting alone here and are you enjoying the view? Yeah, It's beautiful, isn't it? Yeah. Very peaceful and tranquil and quiet. സൂറിച്ച് തടാകത്തിൻ്റെ കിഴക്കൻ തീരത്ത് ഏകദേശം 3 കിലോമീറ്റർ നീളത്തിൽ സൂറിച്ച് ലേക്ക് പ്രൊമനാഡ് വ്യാപിച്ചു കിടക്കുന്നു. തടാകത്തിൻ്റെയും ചുറ്റുമുള്ള സ്വിസ് ആൽപ്സിൻ്റെയും അതിമനോഹരമായ കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്യുന്നു. ഇത് നടത്തത്തിനും സൈക്ലിങ്ങിനും അതുപോലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിനും ഒരു ജനപ്രിയ സ്ഥലമാണ്. ജീവിതത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും മറന്ന് പാതയിലൂടെ നടന്ന് വിശ്രമിക്കുന്ന നിരവധി ആളുകളെ ഇവിടെ കാണാം. വിശ്രമത്തിനും വിനോദത്തിനുമായി ഈ മനോഹരമായ അലങ്കരിച്ച പാർക്കുകളും പൂന്തോട്ടങ്ങളും ഈ പ്രൊമനാഡിൽ ഉണ്ട്. ഉദാഹരണത്തിന് സൂറിച്ച് ഹോൺ പാർക്കിൽ മനോഹരമായ ഒരു റോസ് ഗാർഡനും ഒരു ചെറിയ ലൈറ്റ് ഹൗസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചൈനീസ് ഗാർഡനും ഇവിടെയുണ്ട്. വേനൽക്കാലത്ത് ഈ പ്രൊമനേഡ് നീന്തൽ, ജലപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ഊർജ്ജസ്വലമായ കേന്ദ്രമായി മാറുന്നു. ബോട്ട് സവാരി ചെയ്യുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ നിരയാണ് ഇവിടെ കാണുന്നത്. സൂറിച്ച് തടാകത്തിൽ കുറച്ച് മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം ഞങ്ങളുടെ യാത്ര
സൂറിക്കിലെ പഴയ നഗരത്തിലേക്കായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ലക്കങ്ങളിൽ ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദിയുണ്ട്.